ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കപ്പ കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കപ്പ ചിപ്സ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചിപ്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. വേര് ഓടിയതും ഈ കട്ടിയായിട്ടുള്ള കപ്പയൊക്കെ ഇല്ലേ, മുറിക്കാൻ പറ്റാത്തതുമായിട്ട് മുറ്റിപ്പോയ കപ്പയൊന്നും എടുക്കരുത്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ, ഒട്ടും വെള്ളം നനവുണ്ടാവരുത്. ഇനി നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള ഗ്രേറ്റർ വേണ്ടി വരും കേട്ടോ. കത്തി കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും വീട്ടിൽ ചെയ്യുമ്പോൾ പീലർ വെച്ചിട്ട് ഇതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ പീലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് കുറച്ച് കട്ടിയിലായിരിക്കുമല്ലോ. നമ്മൾ പൊട്ടറ്റോ ചിപ്സൊക്കെ കടയിൽ നിന്ന് വാങ്ങില്ലേ, അപ്പോൾ തൊടുമ്പോൾ ഉടനെ പൊട്ടിപ്പോകുമല്ലോ. അതേ രീതിയിൽ നമ്മൾ ഇതേപോലെ പീൽ ചെയ്തെടുത്താൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ പീലർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇഷ്ടം. ഇവിടെ മക്കൾക്ക് അതാണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് പീലർ വെച്ചിട്ട് ഇതുപോലെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഗ്രേറ്റർ വെച്ചിട്ട് കുറച്ച് കട്ടിയിൽ ഗ്രേറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കലക്കി വയ്ക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിടരുത് കേട്ടോ, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നൈസായിട്ടുള്ളതാണ് വറുത്തെടുക്കുന്നെങ്കിൽ തീ നല്ല കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പതയൊക്കെ പോകുന്നവരെ നല്ലപോലെ വറുത്തെടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്രിസ്പി സൗണ്ട് തോന്നും. ആ ടൈമിൽ നമുക്ക് കോരിയെടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് മാറി വരികയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഓരോ പ്രാവശ്യവും വറുത്തെടുക്കുമ്പോൾ ഇതേപോലെ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഇനി ഞാൻ കുറച്ച് കട്ടിയിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ ഇതൊന്ന് വറുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലോട്ടും ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ വറുത്തെടുത്തതിൽ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊടിയുപ്പ് വിതറിയിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയാലും ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് നോക്കിക്കേ, നല്ല സൗണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.